എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്ലാക്കറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് പോളോ സ്റ്റൈലിലുള്ള പ്ലാക്കറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 പീസ് തുണിയാണ്. ഇപ്പോൾ നോക്കുക, 2 പീസ് തുണി 3 ഇഞ്ച് വീതിയിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത്, പ്ലാക്കറ്റിന് ആവശ്യമുള്ള ലെങ്ത്ത് എത്രയാണോ അതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള തുണി, ഈ 2 തുണി നോക്കുക, ഇതിൻ്റെ 2 സൈഡ് നമുക്ക് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം. അതായത് 2 പീസിൻ്റെയും ഓരോ സൈഡ്. പിന്നെ ഈ ഒരു കഷ്ണം തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഒരു സൈഡ് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ഓവർലോക്ക് ചെയ്യാത്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തുണി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുക. അപ്പോൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വിടുത്താണ് കിട്ടുന്നത്. 1.5 ഇഞ്ചോളം വിടുത്ത് ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് വിടുത്തുള്ള ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം ഈ കുർത്തി മെറ്റീരിയലോ എന്ത് ആയാലും ശരി, നമ്മളിതിൽ 7 ഇഞ്ച് നീളമാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മെറ്റീരിയലിൽ നമ്മൾ ഇതുപോലെ 7 ഇഞ്ച് നീളം കണക്കാക്കിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതായത് ആ പീസിനേക്കാളും നീളം കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം സെൻറ്റർ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ 1.25 ഇഞ്ച് വീതിയാണ് ഈ പ്ലാക്കറ്റിന് വയ്ക്കുന്നത്. ഉണ്ട് 1.25 ഇഞ്ച് വീതി. അപ്പോൾ ആ 1.25 ഇഞ്ചിന് അങ്ങനെ നേരെ നടുക്ക്, ഈ ലൈനിൻ്റെ നേരെ നടുക്കിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1.25 ഡിവൈഡ് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. 2 സൈഡിലേക്കും ഒരുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒരുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഒരു ലൈനാക്കി മാറ്റുകയാണ്. ഇനി ഉണ്ട് ഇതുപോലെ ലൈനാക്കി മാറ്റുക. അപ്പോൾ ആദ്യം സെൻറ്റർ ലൈൻ വരച്ചു, അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ലൈൻ ഇതുപോലെ വരച്ചു. ഇനി ഈ താഴത്ത് നമ്മൾ ഇതുപോലെ ഇതിനെ ലെവൽ ചെയ്തതിന് ശേഷം, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ട്രയാങ്കുലർ ഷേപ്പ് ഇവിടെ കൊടുക്കാറുള്ള ആ ട്രയാങ്കിൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം ആണ് ഇവിടെ വരയ്ക്കണുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് വെച്ച് തയ്ക്കുകയാണ്. അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, കണ്ടില്ലേ, ഇതിൽ ഈ വെച്ചിട്ടുള്ള ഇതേ കണക്കിന് ഇവിടെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ കൂടെ വരണം. ഇവിടെ വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം നമ്മൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പല്ലിൻ്റെ വീതിയാണ് നമ്മളിവിടെ വയ്ക്കണുള്ളൂ. അപ്പോൾ ആ വീതിക്ക് നമ്മൾ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഇത് തയ്ച്ച് പോരുക. അപ്പോൾ ഈ വരയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളത് നിർത്തുക, ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഈ പീസ് പിടിപ്പിച്ച പോലെ തന്നെ ഈ സൈഡും പിടിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അത്ര തന്നെയാണ് ഇതിന് ഇവിടുത്തെ അപ്ലൈ ചെയ്യാനുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഈ ഭാഗം 2 പീസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നോക്കുക, കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പ് നിൽക്കുന്ന അതേ ലൈനിൽ കൂടെ അതേ വീതിയിൽ തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ അറ്റത്തെത്തുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള അതിലേ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കുക, ഈ അറ്റത്ത് കട്ട് ചെയ്യണത് കണ്ടു, ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണത്. 2 സൈഡും അങ്ങനെ ചെരിച്ച് നമ്മൾ സ്റ്റിച്ചിങ് അവസാനിച്ച ഭാഗത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്യുക.
അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നേരെ അപ്പുറത്തേക്ക് മടക്കാൻ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ ഇതിനെ മടക്കി അപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ കുർത്തി ടോപ്പിൻ്റെ ഫ്രണ്ട് വശം ആണ് നമ്മൾ ഇത് വെച്ച് തയ്ക്കുന്ന. ഇത് ഏത് പീസിലാണോ നമ്മൾ തയ്ക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് വശമാണിത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബാക്ക് വശത്തേക്ക് ആണ് ഇത് മടക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്ലാക്കറ്റ് റെഡിയാവും. അതായത് നമ്മൾ ഈ പോളോ ടീഷർട്ടിൻ്റെ പ്ലാക്കറ്റിൻ്റെ അതേപോലെയുള്ള ഒരു പ്ലാക്കറ്റാണിത്. അപ്പോൾ അതാണ് ഇത് പോളോ പ്ലാക്കറ്റിന് എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് കുർത്തിയിലും വളരെ ഈസി ആയിട്ട് വയ്ക്കാവുന്ന ഒരു പ്ലാക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാക്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ ഒരെണ്ണം ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാക്കറ്റാണിത് മറ്റ് പ്ലാക്കറ്റുകളെ അപേക്ഷിച്ച്. ഇതുകൊണ്ട് അടിയിൽ നിന്ന് ഒന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാക്കറ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഇത് തയ്ച്ച് മുഴുവനാക്കുക വേണ്ടോ. അപ്പോൾ ആ തയ്ക്കുന്നത് കൂടി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി നിൽക്കുന്ന കറക്റ്റ് പ്ലാക്കറ്റാണത്. അപ്പോൾ പോളോ പ്ലാക്കറ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നതും. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ പീസ് നമ്മൾ നേരെ ബാക്കിലേക്കാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം മറക്കരുത്, ഇത് ബാക്കിലേക്കാണ് പോകേണ്ടത്. ബാക്കിൽ എക്സ്ട്രാ നിൽക്കുന്ന തയ്യൽ തുമ്പ് അവിടെ തന്നെ നിന്നോട്ടെ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ ബാക്കിലൊരു തയ്യൽ തുമ്പ് ഇതിന് നിൽക്കും എന്നുള്ള ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി ഇത് തയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ തയ്ക്കുന്നതിൻ്റെ മുന്നേ നോക്കുക, നമുക്ക് ഈ ഭാഗത്ത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നെഹ്റു പ്ലാക്കറ്റ് എന്നുള്ള ആ രൂപത്തിലേക്ക് ഇതിന് മാറ്റുകയാണ്. ഇപ്പോൾ ടീഷർട്ടിനാണെങ്കിലും ടീഷർട്ടിൻ്റെ കോളർ അവിടെ വന്ന് അവസാനിക്കുന്ന ആ ഭാഗമാണിത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിനെ അകമ്പുറം ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ആ കട്ടിങ് വരെ തയ്ച്ചെടുക്കുകയാണ് ഇതിനെ. അപ്പോൾ ഇത് പ്രത്യേകം നോക്കുക, ഞാൻ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ആ കട്ടിങ്ങിൽ നിന്ന് തുടങ്ങി ഫോൾഡിങ്ങിലേക്കാണ്, ഫോൾഡ് എവിടെയാണോ അവിടേക്കാണ് ഇത് തയ്ച്ച് അവസാനിപ്പിക്കുന്നത്. കട്ടിൽ നിന്ന് തുടങ്ങി ഫോൾഡിലേക്ക്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കട്ടിങ് തുടങ്ങി ഈ ഫോൾഡിൽ ഇത് അവസാനിപ്പിച്ചു. ഇനി നമ്മളിതിനെ അകമ്പുറം മറിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നെഹ്റു പ്ലാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവമായി. അപ്പോൾ നമ്മുടെ രണ്ട് പ്ലാക്കറ്റും നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് നിവർത്തിയാൽ മതി. ഉണ്ട്, ഇത് നമ്മൾ അകമ്പുറം അങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി നമ്മുടെ. അപ്പോൾ ഇത് നമ്മളുടെ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ പ്ലാക്കറ്റിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ തീർന്നു. ഇനി ഇതിൻ്റെ അരികിൽ കൂടെ ഒരു തയ്പ്പ് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാക്കറ്റ് ഇവിടെ തീരും. അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കുക. അപ്പോൾ ബാക്ക് വശം കൂട്ടി യോജിക്കണം എന്നുള്ള ഒരൊറ്റ പണിയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്ച്ച് തുടങ്ങുക. റൈറ്റ് സൈഡിലത്തെ പ്ലാക്കറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കൂടെ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ കോർണറിൽ വരുമ്പോൾ നിർത്തി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റൈറ്റ് സൈഡിലത്തെ പ്ലാക്കറ്റിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുക.
ഓക്കെ, ഇവിടെ ഒന്ന് തിരിച്ച് ഇതിനെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഈ ഭാഗത്തിന് അതിൻ്റെ കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഈ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് ഈ അറ്റം വരെ തയ്ച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാക്കറ്റിൻ്റെ പണി ഇവിടെ തീർന്നു. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുർത്തിക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വയ്ക്കാതെ, കുർത്തിക്ക് എന്നല്ല, കുർത്തിയായാലും കുട്ടികളുടെയൊക്കെ കുർത്തിയൊക്കെ തയ്ക്കുന്നതിൽ വളരെ ഈസി ആയിട്ട് വയ്ക്കാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.